മദ്രസ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ലോകത്തൊന്നും നടക്കൂല, ഒന്നും നടക്കൂല. കർണാടകയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ മദ്രസ ഇല്ല. മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഏത് വയത് പറയണം എന്ന് കരുതി അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഒരാൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ പെങ്ങള് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. പെങ്ങള് മരിച്ചാണ്ട്. സുബ്ഹാനല്ലാഹ്, പെങ്ങള് മരിച്ച എൻ്റെ പെങ്ങള് മരിച്ചാൽ നമുക്ക് കുളിപ്പിക്കാൻ പറ്റൂല. പെണ്ണിന്റെ മയ്യത്ത് പെണ്ണും ആണിന്റെ മയ്യത്തും ആണുമാണ് കുളിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അല്ല ഉസ്താദ് നിങ്ങൾ തന്നെ കുളിപ്പിക്കണം എന്നാണ്. എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്, പിന്നെയും പറഞ്ഞു പറ്റൂല. പിന്നെ തോന്നിയത് നമ്മളെ കുളിപ്പിച്ചേണ്ടി വരുവാണ്. പക്ഷെ കുളിപ്പിച്ച് കഴിയുന്നതിന് മുമ്പ് വാട്സപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുളിപ്പിച്ച് നല്ലോ ശ്രദ്ധിച്ച് കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എതിർത്തപ്പം ഇയാൾ പറയാണ്, ഇപ്പൊ 30 കൊല്ലമായിട്ട് ഒരു തൊപ്പിട്ട് നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇയാളാണ് ഇപ്പൊ 30 കൊല്ലമായിട്ട് കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, പിന്നെ എന്താ ഇപ്പൊ തലീകെട്ട് കെട്ടി നിങ്ങൾക്ക് എന്താ കുളിപ്പിക്കാൻ പറ്റാതെ? സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ തലീകെട്ട് കെട്ടിയ ആൾ ഒന്നും കൂടി ഉഷാറായിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തലീകെട്ടുകാരൻ്റെ അടുത്തേക്ക് വന്നത്. ഇയാളൊരു മൂല്യരല്ല, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ഒരു ചെങ്ങായിയാണ് തൊപ്പിട്ടപ്പോൾ ഓനായി അവിടുത്തെ ഇമാമും ഖാദിയൊക്കെ ആയി. 4 മദ്ഹബ് ഓനെന്നെ കൈകാര്യം ചെയ്യും. പൊന്മളസ്ഥാൻ്റെ അടുത്തൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മദ്ഹബ് കിട്ടുമെങ്കിലല്ലേ പോകേണ്ട ആവശ്യമുള്ളൂ. ഒന്നും കിട്ടാതെ ഓനെന്നെത്താ. അങ്ങനെ ഇവനാണ് പുള്ളിൽ കുളിപ്പിക്കുക. ആദ്യത്തെ ദഅവത്ത് ഓൻ്റെ പെണ്ണുങ്ങളെ വിളിച്ചു കൊടുത്തിട്ട് മയ്യത്ത് കുളിപ്പിക്കാനുള്ള രൂപം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ അതൊന്നും അറിയൊന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ? അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് സുബ്ഹാനല്ലാഹ്. പിന്നെ തോന്നി ഖബർസ്ഥാനിക്കൊന്ന് പോയി നോക്കട്ടെ, ഇവിടെ എന്തൊക്കെ കലാമേള നടക്കാറ് അറിയാൻ പറ്റില്ല. കാരണം ഇവരാണുള്ള ടീം. ചെന്ന് നോക്കുമ്പോൾ ഒറ്റ കുഴി കുത്തിയിട്ട് ഇതിലേക്ക് നേരെ ഇറക്കി വെച്ചിട്ട് മണ്ണങ്ങനെ ഇടുക. പൂച്ചക്കുട്ടീനെ കുഴിച്ചുണ്ടായി മണ്ണങ്ങനെ ഇടുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താ കൗമ ഈ കാട്ടണെന്ന് ചോദിച്ചപ്പോൾ ഓല പരിപാടി എന്താണ്? കീ കബറും മേക്കബറും ഒന്നുമില്ല. അങ്ങനെ തന്നെ ഇവിടെ പറയല്, കീ കബറ് മേക്കബറ് താഴീന്. നിങ്ങൾക്ക് അറിയില്ല? അങ്ങനെ അടറൊക്കെ ഉണ്ട്, ഒന്ന് പോയി നോക്കണ്ടേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കർണാടക വെട്ടാനാണോ ഇല്ലേ? ഇവിടെ വിൽക്കുന്ന അറിയുന്നാള് ചങ്ങായി ഇങ്ങനെ സംഭവം ഉണ്ടായി. ഓനോൻ്റെ വാപ്പ മരിച്ചപ്പോഴാണ് ആകെ കബറിൻ്റെ അടുത്ത് പോയത്. വാപ്പ മരിച്ചപ്പോഴാണ് കബറിൻ്റെ അടുത്ത് പോയത്. കബറിൻ്റെ ഓനിതൊന്നും അറിയില്ല. ഇവിടുത്തെ പരിപാടി രണ്ടെണ്ണം അറിയൂലേ? അവിടെ ചെന്ന് ഓൻ ചെന്ന് വാപ്പ മരിച്ചപ്പോൾ ഏതായാലും പോകാതൊക്കെ ഇതിപ്പോൾ കുഴിച്ചിട്ടോളം പോകാതൊക്കെ പറ്റൂലല്ലോ എന്ന് കരുതി പോയി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ കബർക്ക് ആരാ വെക്കല്? ഒരു കുയ്യുണ്ട്, കുയ്യ് കുത്തുന്ന ആള്. ഓൻ്റെ അടുത്താണ് പ്രധാനപ്പെട്ട സംഗതി. ഓൻ്റെ അടുത്ത് തോർത്തുണ്ടുണ്ടാവും. ആ തോർത്തുണ്ട് ഇങ്ങനെ പള്ളൻ്റെ അവിടെ കെട്ടിയിട്ട് അവിടെ പിടിച്ചും. അതുപോലെ തലൻ്റെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഓരോരുത്തരും പുടുത്തും. അങ്ങനെ ബിസ്മിൻ ചൊല്ലിയാണ് വെക്കല. പക്ഷെ ഈ നടുക്ക നല്ല പുടുത്തുള്ളു. ആ കെട്ടം അയിഞ്ഞൊരൊറ്റ ചാട്ടാ വാപ്പ ചാടിയപ്പം ഈ മക്കൾക്ക് ഹാലിളങ്ങി. എടാ ചെങ്ങായി, നമ്മളെ വാപ്പാനെ ചെന്താളാ കാട്ടണു വെച്ച്. പക്ഷെ ഈ കബറ് കുത്തുന്ന ആൾ കുറേ കൊല്ലായിട്ട് കുത്തൽ തുടങ്ങിയ ആളാ. ഇയാൾ നല്ല പ്രാക്ടിക്കൽ ആളാ. ഇയാൾ പറഞ്ഞ എൻ്റെ വാപ്പ സ്വർഗം കണ്ട് ചാടണി, ഞാൻ ദത്താ ചെങ്ങായിയെ കാട്ടണെന്ന്. സുബ്ഹാനല്ലാഹ്, 5000 നേരത്തെ കൂലികൾ 10000 കൊടുത്ത് കണ്ടോ. ഈ പോയത്തം പറ്റാതിരിക്കണമെങ്കിൽ ഒരു കബറെങ്കിലും പോയി നോക്കണ്ടി. പിന്നെ വാപ്പാനെ പോയിട്ട് അബദ്ധം വന്ന് നിൽക്കണ്ട. ഇവിടെ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരൊറ്റ കുയ്യൂല്ല. ഇവിടെ അങ്ങനെ കീ കബറും മേക്കബറോ പറയാ. ഇരുട്ടി വാത്തി എന്നാൽ തള്ളക്കബറ് പിള്ളക്കബറ് എന്നാ പറയാ. തള്ളക്കബറ് പിള്ളക്കബറ്, താഴെയുള്ളതിന് പിള്ളക്കബറ്. ഞാൻ കരുതി എത്ര അമ്മ ഞാൻ ഓലോട് മേക്കബറും കീവാറും ഓരോന്നും ഉണ്ടാക്കി ഉച്ചരിക്കുക. ഒരു നെത്തീജി ഓലത്തുനിന്ന് കിട്ടണില്ല. അപ്പൊ നോക്കുമ്പോൾ ഓല നാട്ടിൽ പറയല് തള്ളക്കബറ് പിള്ളക്കബറ. ഇവിടെ ഇല്ലേ? ഭാഗത്ത് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ബഹുമാനം അവിടെ ഇത് ചെന്ന് നോക്കുമ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥകൾ. ഇതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ സുബ്ഹാന ജല്ല ജലാലു മദ്രസ അനിവാര്യമാണ്. മദ്രസ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചത് കാര്യമില്ല. ഒരു ഹോളിൽ തന്നെ എല്ലാ ക്ലാസ്സും 1, 2, 3, 4, 5 ആക്കി. അതുകൊണ്ടൊരു കാര്യമില്ല. നാളൊരു കുട്ടി പാപ്പാനോട് പറഞ്ഞു 5 വരെ എത്തിയിട്ടുള്ളവന്. ഓൻ പറഞ്ഞ എന്ത് വാപ്പ, ഞാൻ 4-ലെത്തിയോ പറഞ്ഞു. 5ാം ക്ലാസ്സിക്ക് ഞാൻ പോകണില്ല വാപ്പ, 6ക്ക് പോയിക്കോളാൻ. അയാളുടെ ചെങ്ങായി ഇപ്പം തന്നെ നിർത്താനായോ? അല്ല വാപ്പ, 6ക്ക് ഞാൻ പോയിക്കോളാം. എന്താണ് 5ക്ക് പോകത്തേജ്? 1ാം ക്ലാസ്സിൽ നിന്ന് 5ത്തെ കേട്ടിക്ക്, 2ന്നും 5ത്തെ കേട്ടിക്കണം, 3ത്തും കേട്ടുന്നു, 5ത്തും കാട്ടുക. അങ്ങനെ ഒറ്റ ഹോളാണ്. ഇവിടുന്ന് 5ാം ക്ലാസ് ദിവസത്താണെങ്കിൽ നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് പായസ ക്ലാസ് കിട്ടിയ മാതിരി പോലെ. ഞാൻ വയത് പറയണില്ല, പായസമൊക്കെ നോക്കണേ.